ഹലോ ഗൈസ്, അങ്ങനെ മറ്റൊരു കൊൽക്കത്ത ഡെർബി കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻ വിജയിക്കുന്നു. സോ ഇപ്പം ഈ പറഞ്ഞ കൊൽക്കത്ത ഡെർബി ഇതിപ്പം ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഡെർബിയൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എപ്പോഴും മോഹൻ ബഗാൻ്റെ ഒരു കംപ്ലീറ്റ് ആധിപത്യമായിട്ട് മാറി ഈ ഒരു ഡെർബി ഭയങ്കര ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 1-0 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പം പല ഡിസിഷൻസ്, പെനാൽറ്റി ഡിസിഷൻസ്, റെഡ് കാർഡ് ഡിസിഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പറയാണ്, ഈ ഒരു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം തന്നെയായിരുന്നു. അറ്റാക്കിംഗ് വൈസ് നോക്കുമ്പോൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഈ ഒരു മത്സരത്തിൽ ഉതിർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അവസരം ആശിഷ് റായ് കൊടുത്തൊരു ബ്രില്യൻ ബോൾ, മക്ലാരൻ ഗോൾ അടിച്ചിട്ടാണ് ആ ഒരു മത്സരത്തിൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ ഈസ്റ്റ് ബംഗാൾ സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചുവരവ് നമ്മളെപ്പോഴും കാണുന്നതാണ്. ഓസ്കാർ ബ്രിസോൺ ആ ചേഞ്ചസ് ഒക്കെ വരുത്തി. പക്ഷേ സാധാരണ കൊൽക്കത്ത ഡെർബിയിൽ ആ ഒരു ഇൻറ്റൻസിറ്റി എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മാച്ചസിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതുപോലും നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡെർബി ഇങ്ങനൊരു രീതിയിലേക്ക് പോകുന്നതെന്നുള്ളത് അറിയില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ചാൻസ് മോഹൻ ബഗാൻ ആദ്യ പകുതിയിൽ തന്നെ കിട്ടിയതാണ്. കമ്മിൻസ് വഴി മക്ലാറൻ നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മൻവീർ ഷോട്ട് അടിച്ചു, പക്ഷേ ആ ഒരു നല്ല സേവ് ഗില്ല് നടത്തി. അത് ഒരു ഗ്രൗണ്ട് ഷോട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഉയർത്തി അടിച്ചിരുന്നെങ്കിൽ മേ ബി അതൊരു സ്കോറായി 2-0 എന്ന് പറയുന്നൊരു കംഫർട്ടബിൾ ലെവലിൽ ആദ്യം തന്നെ എത്താനായിട്ട് മോഹൻ ബഗാന് സാധിച്ചേനെ. സോ ഈ മത്സരത്തിൽ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ സഹലിൻ്റെ ഒരു നല്ല ഡേ തന്നെയായിരുന്നു. അതുപോലെ വിശാൽ കെയ്ത്ത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല ഗോൾ കീപ്പേഴ്സും മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ടോപ്പ് ഗോൾ കീപ്പർ എന്ന നിലയിൽ പെർഫോമൻസ് നടന്ന താരമാണ്. സോ തീർച്ചയായിട്ടും നാഷണൽ ടീമിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് കിട്ടണമെന്ന് ഡെഫിനറ്റ്ലി ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ മത്സരത്തിലെ താരം ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. സോ വളരെ മികച്ച ഒരു ഡിസിഷൻ മേക്കർ ആയിരുന്നു ഇന്നത്തെ ആ ഒരു താരമായിട്ട് മാറിയത്. എന്നാൽ ആ ഒരു ഡിസിഷൻ മേക്കർ ഒരു മിഡ്ഫീൽഡർ അല്ല, ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ല. ആ ഡിസിഷൻ മേക്കർ ആരാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതുക. സോ മോഹൻ ബഗാൻ്റെ ഒരു ലീഡ് വർദ്ധിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു FC കൂടി തോറ്റ സ്ഥിതിക്ക് മുഹമ്മദിനൊരു ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ചിട്ടാണ് ജയിക്കുന്നത്. അപ്പം ആ ഒരു ലീഡ്, കൃത്യമായിട്ടുള്ളൊരു ലീഡ് കിട്ടുന്നു. മോഹൻ ബഗാൻ ഏതാണ്ട് ഷീൽഡ് ഈ ഒരു അവസരത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ള രൂപത്തിലേക്ക് ഒരു റൺ നടത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത്, ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളത്, അല്ലെങ്കിൽ ഡിസിഷൻസ് അതിനെപ്പറ്റിയൊക്കെയുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കാര്യം. സനിയ.